Hi friends, welcome to Shammy's Kitchen. എല്ലാവർക്കും സുഖാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ചോറിന്റെ കൂടെയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെയും നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു മുട്ടക്കൂട്ടിന്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ് ആകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ഷമ്മീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. എന്നാൽ ശരി, നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോകാം. നമ്മുടെ ഈ മുട്ടക്കൂട്ട് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു കടായി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആദ്യം വേണ്ട എന്താണെന്ന് വെച്ചാൽ ഉരുളക്കിഴങ്ങാണ്. അത്യാവശ്യം വലിയ ഉരുളക്കിഴങ്ങിൽ ഒരു 2 ഉരുളക്കിഴങ്ങ് ഇതുപോലെ ഒന്ന് നീളത്തിലൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ സ്ക്വയറായിട്ട് അരിഞ്ഞെടുക്കാം. തീരെ നൈസായിട്ടോ തീരെ തിന്നായിട്ടോ അതുപോലെ ഒരുപാട് പൊടിയായിട്ടോ അരിയാൻ വേണ്ടി നിൽക്കരുത്. അത്യാവശ്യം വലിയ പീസാക്കിയിട്ട് വേണം ഒന്ന് അരിഞ്ഞെടുക്കാനായിട്ട്. ഇതിനോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നമ്മുടെ ഈ ഉരുളക്കിഴങ്ങിനും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർക്കുകയാണ്. ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഉരുളക്കിഴങ്ങ് വേകാനും ആവശ്യമായിട്ടുള്ള വെള്ളം കൂടിയാണ്. അപ്പോൾ ഏകദേശം ഒരു 2.5 കപ്പോളം വെള്ളം നമുക്ക് ചേർക്കാം. എന്നിട്ട് ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ചിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാവുന്നതാണ്. ഒരുപാട് വെള്ളം ചേർക്കാൻ വേണ്ടി നിൽക്കണ്ട, കാരണം നമ്മൾ ഈ ഒഴിച്ചെടുക്കുന്ന കംപ്ലീറ്റ് വെള്ളവും വറ്റിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് നമുക്ക് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ആ 2 മിനിറ്റ് കൊണ്ട് പകുതി അളവിൽ നമ്മുടെ ഉരുളക്കിഴങ്ങെല്ലാം ഒന്ന് വെന്ത് കിട്ടും. എന്നാൽ ശരി, ഒരു 2 മിനിറ്റ് ഇതിങ്ങനെ ഇരിക്കട്ടെ ഒന്ന്. ഈ ഒരു സമയം കൊണ്ട് നമുക്കിതിന് വേണ്ടിയിട്ടുള്ള തേങ്ങാക്കൂട്ടം തയ്യാറാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ചെറിയൊരു ജാറൊന്നും ഞാൻ എടുത്ത് വെച്ചിരിക്കുകയാണ്. അതിലേക്ക് നമുക്ക് 1/2 കപ്പ് അളവിൽ ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഒരുപാടൊന്നും വേണ്ട, അത് ഈ ഒരു അളവിൽ മാത്രം. കൂടെ തന്നെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ചെറിയ ഉള്ളിയും കൂടിയാണ്. കുറച്ചധികം ചെറിയ ഉള്ളി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുണ്ട്. ഒരു 10-12ഓളം ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും കൂടി, ഞാൻ 2 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. കുറച്ചുകൂടി കൂടുതൽ എരിവ് വേണമെന്നുള്ളവർക്ക് കൂടുതൽ പച്ചമുളക് ചേർക്കാവുന്നതാണ്. അതുപോലെ തന്നെ അത്യാവശ്യം വലിയ വെളുത്തുള്ളി അല്ലി, 1 വെളുത്തുള്ളി അല്ലി എടുത്തിട്ടുണ്ട്. ചെറുതാണെന്നുണ്ടെങ്കിൽ 2 വെളുത്തുള്ളി അല്ലി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ചെറിയ ജീരകമാണ്. ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം കൂടി ചേർക്കാം. കൂടെ തന്നെ ഇതുപോലെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി, കുറച്ച് കൂടുതൽ മഞ്ഞൾ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ചെറിയ രീതിയിൽ ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ. അതായത് ഒരുപാട് നല്ല സ്മൂത്തായിട്ട് അരഞ്ഞു പോകാൻ പാടില്ല, ലൈറ്റായിട്ടൊന്ന് ചതച്ചെടുത്തിട്ട് വരാം. ഇതുപോലെ ചെറുതായിട്ട് മാത്രം ഒന്ന് ചതച്ചെടുത്താൽ മതിയാവും. നമ്മുടെ ആ പച്ചമുളക് നന്നായിട്ടൊന്നും അരഞ്ഞു പോയിട്ടില്ല. അപ്പോൾ ലൈറ്റായിട്ട് മാത്രം ഇതുപോലെ കട്ടായി കിടപ്പുണ്ട്. അപ്പോൾ അത് അരയാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയത്ത് അരയ്ക്കാൻ വേണ്ടി പാടില്ല കേട്ടോ. നമ്മുടെ തേങ്ങയുടെ ആ ഒരു അളവ് മാത്രം നോക്കിയാൽ മതിയാവും. ഈ ഒരു രീതിക്ക് വേണം നമുക്ക് ഒന്ന് അരഞ്ഞു കിട്ടാനായിട്ട്. ഇതിപ്പോൾ തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഒരു പകുതിയോളം അളവിൽ നമ്മുടെ ഈ ഉരുളക്കിഴങ്ങെല്ലാം ഒന്ന് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും നമ്മളിതാ തയ്യാറാക്കി മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ഈ തേങ്ങാക്കൂട്ടും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൂട്ടും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ തന്നെ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇതുപോലെ നന്നായിട്ടെല്ലാം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഈ വെള്ളം വറ്റുന്നത് വരെ ഒന്ന് ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ച് കൊടുത്തിട്ട് തന്നെ നമുക്ക് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അത്രയും സമയം കൊണ്ട് തന്നെ ഈ തേങ്ങയുടെ ആ ഒരു പച്ച ടേസ്റ്റ് എല്ലാം മാറിക്കിട്ടും. നമ്മുടെ ഈ ഉരുളക്കിഴങ്ങിലേക്ക് ഈ മസാലകളൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ആരും മറക്കരുത്. എന്നാൽ ശരി, കുറച്ച് സമയം ഇതിങ്ങനെ ഒന്നിരിക്കട്ടെ. ഇപ്പോൾ ഇതിലെ കംപ്ലീറ്റ് വെള്ളവും ഒന്ന് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇടയ്ക്കിടയ്ക്ക് ഞാനിതൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ ഉരുളക്കിഴങ്ങെല്ലാം നല്ലതുപോലെ സോഫ്റ്റായിട്ട് വെന്തും കിട്ടിയിട്ടുണ്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് വേവിച്ചെടുത്ത മുട്ടയും കൂടി. ഞാനിപ്പോൾ ഒരു 4 മുട്ട എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഓരോ മുട്ടയും 4ആയിട്ടാണ് 4 പീസാക്കിയിട്ട് കട്ട് ചെയ്ത് എടുത്തതാണ്. അങ്ങനെ മൊത്തത്തിൽ 4 മുട്ടയാണ് കേട്ടോ ആവശ്യമായിട്ടുള്ളത് നമുക്ക് ഈ ഒരു അളവിൽ തയ്യാറാക്കുന്ന സമയത്ത്. മുട്ടയും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചെറിയ രീതിയിൽ ഈ മുട്ടയുടെ ആ മഞ്ഞക്കരുവെല്ലാം ഒന്ന് ഇളകി പോകാനൊന്നും സാരാക്കേണ്ട ആവശ്യമില്ല. എന്നാലും പതുക്കെ മാത്രം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം, ഒരുപാട് ഇങ്ങനെ പൊടിഞ്ഞു പോകാതെ. ഇതുപോലെ കുറച്ച് സമയം ഒരു 30 സെക്കൻഡ് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നീട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്, ഫ്ലെയിമിൻ്റെ ആവശ്യമില്ല. ഇനി നമുക്ക് ഇതിലേക്ക് താളിപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാനായിട്ടുണ്ട്. താളിപ്പിന് വേണ്ടിയിട്ട് ചെറിയൊരു ചീനച്ചട്ടിയിലേക്ക് ഒരല്പം എണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ വേണം ചേർത്ത് കൊടുക്കേണ്ടത്. എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയം ഒരു 1/4 ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടിത്തുടങ്ങുമ്പോഴത്തേക്കും ഒരു 3 വറ്റൽമുളകും കൂടി,
കൂടെ തന്നെ ഒരല്പം കറിവേപ്പിലയും കൂടി. അപ്പോൾ ഇത് ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. അതിനുശേഷം ഈ ചൂടോട് കൂടി തന്നെ നമ്മുടെ ഈ മുട്ടക്കൂട്ടിലേക്ക് താളിപ്പ് ചേർത്ത് കൊടുക്കാം. താളിപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരുപാട് ഇളക്കി കൊടുക്കണ്ട, ചെറിയ രീതിയിലൊന്ന് ഇളക്കി കൊടുത്തിട്ട് നല്ല ചൂടോട് കൂടി തന്നെ ഇതൊന്ന് സെർവ് ചെയ്യാവുന്നതാണ്. ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ നമുക്ക് ഇഷ്ടമുള്ള എന്തിൻ്റെ കൂടെ വേണമെങ്കിലും സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റിലാണ് കേട്ടോ നമുക്ക് ഈ മുട്ടക്കൂട്ട് കിട്ടുന്നത്. ഇതുവരെയും ഇതുപോലൊരു മുട്ടക്കൂട്ട് തയ്യാറാക്കി നോക്കിയിട്ടില്ലാത്തവർ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്യേണ്ട റെസിപ്പി തന്നെയാണ്. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് കൂടി എനിക്ക് മറക്കാതെ ഒന്ന് അറിയിച്ചേക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് നാളെ 2 മണിക്ക് കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.